മൈലേജ് എന്നുള്ളൊരു കൺസേണും ഉണ്ട്, പെർഫോമൻസും നിനക്ക് വേണം, എക്യുപ്മെന്റ്സും വേണം. എല്ലാ രീതിക്ക് നോക്കുമ്പോൾ ഒരാൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള. യമഹയുടെ ഏറ്റവും വലിയ ഇഷ്യൂ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ വാരിക്കോരി കുറെ സാധനം നിന്ന് പ്രൈസും കൂട്ടി വെക്കുകയാണ്. റിഫൈൻമെന്റിന്റെ ഇത് കുറച്ച് കോൺട്രവേഴ്സി ആയിരിക്കും, പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ റിഫൈൻഡ് ആയിട്ട് എനിക്ക് KTM ഫീൽ ചെയ്തു. എന്നാൽ ഈ ഒരു സാധനത്തിന്റെ ഹാൻഡിലിങ് അത് KTM-നേക്കാളും ബെറ്റർ ആണ്. FC-ക്ക് വരെ ഉണ്ടായിരുന്നു TFT മീറ്റർ കൺസോൾ, MT-ക്ക് ഇല്ലായിരുന്നു. KTM-നെ എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും MT-യുടെ മൈലേജ് തരാൻ പറ്റത്തില്ല. അതെന്താ തലതിരിഞ്ഞായിരുന്നു ഇതിന്റെ ഹോണും ഇൻഡിക്കേറ്റർ സ്വിച്ച് വന്നോണ്ടിരുന്നു. അത് അവർ നേരെ പഴയ പൊസിഷനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാ പട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ യമഹയുടെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള MT-15 2025 2015 രണ്ട് മേജർ അപ്ഡേറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ഈ വണ്ടി തന്നെ ഒരു അപ്ഡേറ്റും പിന്നെ ഗവൺമെന്റ് ആയിട്ട് നമുക്ക് ഒരു അപ്ഡേറ്റ് തന്നു. ഓക്കെ, അത് ആക്ച്വലി ഇതിന്റെ കൂടെ വന്നതല്ല, ഇത് വന്നപ്പോ ഒരു ബോണസ് പോലെ ദീപാവലി ബോണസ്. ആദ്യം വണ്ടിയുടെ കാര്യം പറയാം. പുതിയ 2 കളേഴ്സ് വന്നു. ഒന്ന് ഈ കാണുന്ന ഒരു വെള്ള കളർ, പിന്നെ ഒന്നൊരു പർപ്പിൾ കളർ കാണുന്നുണ്ട്. അത് കൊണ്ടുവരാം. നമുക്ക് നിർഭാഗ്യവശാലും ഈ വണ്ടി കിട്ടിയുള്ളൂ, നമ്മൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും അതായിരുന്നു കാണാൻ താല്പര്യം. നിനക്ക് ഇതിലേ ഇഷ്ടം? എനിക്ക് അത് കുറച്ചും കൂടെ ഞാൻ സ്റ്റീരിയോടിപ്പിക്കൽ ആയി പോകുന്നു പറയും. ഗേർലി കൈൻഡ് ഓഫ് ഗേർലി എന്നല്ല. ഈ MT കളേഴ്സ് ഒക്കെ കാണാൻ എല്ലാം ഭയങ്കര വെറൈറ്റിയാണ്, എല്ലാം ഭയങ്കര ഭയങ്കര വെറൈറ്റിയാണ്. ഈ സാധാരണ ബൈക്കുകളിൽ കാണാനേ പറ്റാത്ത രീതിക്കുള്ള കളർ സ്കീംസ് ആണ് MT കൊടുക്കുന്നത്. ഇന്റർനാഷണൽ ആണെങ്കിലും ഇപ്പൊ ഈ ഇന്ത്യയിലോട്ട് വന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഫങ്കി ടേസ്റ്റ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ 2 കളറോടെ തന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പൊ കറുപ്പെടുക്കുന്നത്, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, പിന്നത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ് മീറ്റർ കൺസോൾ. FC-ക്ക് വരെ ഉണ്ടായിരുന്നു TFT മീറ്റർ കൺസോൾ, MT-ക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ആ പരാതി അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മീറ്റർ കൺസോൾ ആണ് കൊടുത്തേക്കുന്നത്. ഫുൾ കളർ TFT സ്വിച്ച് ഗിയേഴ്സും റിവേഴ്സ് ആയിട്ടുണ്ട്. ലെഫ്റ്റിൽ ജോയിസ്റ്റിക് ബട്ടൺസ് വന്നിട്ടുണ്ട് കൺസോൾ നാവിഗേറ്റ് ചെയ്യാനുള്ളത്. പിന്നെയുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ്, നേരത്തെ തലതിരിഞ്ഞായിരുന്നു ഇതിന്റെ ഹോണും ഇൻഡിക്കേറ്റർ സ്വിച്ച് വന്നിട്ടുണ്ട്. അത് അവർ നേരെ പഴയ പൊസിഷനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാ പട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, പക്ഷേ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മുടെ നോർമലാണ്, ഫോൺ നമ്മുടെ സാധാ പൊസിഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ മീറ്റർ ഏതിന്റെ മീറ്റർ നമുക്കിത് FC-യിൽ കാണുന്ന സെയിം മീറ്ററാണ്. ഓക്കെ. പക്ഷെ അടിപൊളി മീറ്ററാണ്. 2 തീംസ് ഉണ്ട്. ഇതിപ്പം ഒരു നോർമൽ കൺവെൻഷണൽ ടൈപ്പ് ആണ്. ഇനി നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻ വേണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാഴ്ച മതി എന്നുണ്ടെങ്കിൽ അതിലോട്ടും സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻഫർമേഷൻസ് എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും. ലൈക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മിന്നും. അതുപോലെ തന്നെ ടാക്കോമീറ്റർ കാണിക്കുന്നുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂൽ അലേർട്ട്, ഫ്യൂൽ ഗേജ്, ട്രാക്ഷൻ കൺട്രോളിന്റെ ഓൺ ഓഫ്, അതുപോലെ തന്നെ ഓഡോമീറ്റർ, 2 ട്രിപ്പ് മീറ്റേഴ്സ്, ട്രിപ്പ് F, കൂളൻ ടെമ്പറേച്ചർ, ഇൻസ്റ്റന്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ആവറേജ് സ്പീഡ്, അതുപോലെ തന്നെ ട്രിപ്പ് ടൈം, എത്ര നേരം നമ്മൾ വണ്ടി ഓടിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. അത് ഡേ ട്രിപ്പ് ആണോ? ഡേ ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതിന് അങ്ങനെ ഡേ ട്രിപ്പ് ഒന്നുമില്ല. അത് അപ്പാച്ചയ്ക്കകത്ത് മാത്രമേ നമ്മൾ ആ ഡേ ട്രിപ്പ് അല്ലാതെ അത് ഓട്ടോമാറ്റിക് റീസെറ്റ് ആവുന്ന, നീ ഓരോ ദിവസവും വണ്ടി ദിവസം. ഇത് അങ്ങനെയല്ല, നോർമൽ ആയിട്ടുള്ളൊരു ട്രിപ്പ് മീറ്റർ എടുത്തേക്കുന്നത്. ഇനി മെനുവിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. മ്യൂസിക് കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ട്രാക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നാവിഗേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 10x10 നാവിഗേഷനാണ്. നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കോൾ ആൻഡ് മെസ്സേജ് അലേർട്ട് അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ പരിപാടിയല്ലേ ഇതിനകത്ത്. വെതർ അപ്ഡേറ്റ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ഷിഫ്റ്റ് ലൈറ്റ് മിന്നണോ വേണ്ടയോ എന്നുള്ളത്, അതുപോലെ തന്നെ ഏത് RPM-ൽ അത് മിന്നണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലോക്ക്, യൂണിറ്റ്സ് ലൈക്ക് കിലോമീറ്റർ പെർ അവർ വേണോ, മൈൽ പെർ അവർ വേണോ, കിലോമീറ്റർ പെർ ലിറ്റർ വേണോ, ലിറ്റർ പെർ 100 കിലോമീറ്റർ എന്നുള്ള കണക്ക് വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്രയൊക്കെ ഇൻഫർമേഷൻസേ നോർമലി വരുന്നുള്ളൂ. പക്ഷേ എല്ലാം നമുക്ക് യൂസ്ഫുൾ ആണ്, എല്ലാം വെൽ വിസിബിൾ ആണ്, പ്രീമിയം ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടാക്ടൈൽ, നല്ല റെസ്പോൺസീവ് ആണ്, ലാഗോ കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ഉപയോഗിക്കാനെല്ലാം കൂടി അടിപൊളി ഒരു മീറ്റർ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ TFT ഉള്ള മോഡൽ തന്നെ എടുക്കുക. എന്തായാലും ഇത്രയും വില കൊടുത്ത് ഈ വണ്ടി വാങ്ങിക്കണം. അപ്പോൾ എല്ലാ പരിപാടികളും ഉള്ള വണ്ടി വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസും ഇല്ല. മെക്കാനിക്കലി സെയിം ആണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന MT-യോട് തന്നെ. എന്നാൽ വീഡിയോ കണ്ടാൽ മതിയോ? അതെ, സെയിം ബ്രേക്സ്, ഫ്രണ്ട് ആൻഡ് ബ്രേക്ക് എഞ്ചിൻ ആണെങ്കിലും എല്ലാം സെയിം ആണ്. ഇത് ആരൊക്കെ എടുക്കണമെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന അത് ഈ പ്രൈസിനെ കാര്യം പറ. ഓക്കെ, ഇപ്പോഴത്തെ ഒഫീഷ്യൽ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,84,905 രൂപയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് 15,000 രൂപ കുറയും. 1,84,000 അപ്പോൾ 74,000. 1,69, 1,70 റേഞ്ചിലായിരിക്കും എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 2 lakhs അല്ലെങ്കിൽ 2 lakhs-ന്റെ ഒരു തൊട്ട് മേളായിട്ടുള്ള രീതിക്കായിരിക്കും. 2 lakhs-ന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ അത് എക്സ്ഷോറൂം പോയാലാണ് ടാക്സ് കൊടുക്കുന്നത്. ഇത് എക്സ്ഷോറൂം പ്രൈസിന്റെ കാര്യമാണ് പറയുന്നത്. എക്സ്ഷോറൂമിലാണ് 15 രൂപയുടെ വ്യത്യാസം വരുന്നത്. ഓക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് നേരത്തെ 2-ന് മുകളിലായിരുന്നു പ്രൈസ്, 2.25 വരുമായിരുന്നു. ഇപ്പോൾ അത് 2-നുള്ളിലായിട്ടുണ്ട് ഓൺ റോഡ്. 2-2.10 ഓക്കെ, നൈസ് ഡീൽ. അതിന് ഇത് നൈസ് ഡീലാണ്. കാരണം നിനക്ക് മൈലേജ് എന്നുള്ളൊരു കൺസേണും ഉണ്ട്, പെർഫോമൻസും നിനക്ക് വേണം, എക്യുപ്മെന്റ്സും വേണം. എല്ലാ രീതിക്ക് നോക്കുമ്പോൾ ഒരാൾക്ക് അഫോർഡബിൾ
അഫോർഡബിൾ ആയിട്ടുള്ള യമഹയുടെ ഏറ്റവും വലിയ ഇഷ്യൂ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ ഉമ്മ വാരിക്കോരി കുറെ സാധനം നിന്ന് പ്രൈസും കൂട്ടി വെക്കുകയാണ്. സാധനം വാരിക്കോരി തരുന്ന ആൾ നിൽക്കട്ടെ, പ്രൈസ് ഇച്ചിരി കൂടുതലാണ് യമഹ മോഡൽസിന് എങ്ങനെ പോലെ. അത് ആ ഒരു ബ്രാൻഡ് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ജാപ്പനീസ് പൊതുവേ അങ്ങനെയാണ് അവർ പ്രൈസിങ് ചെയ്യാറുള്ളത്. അവരുടെ ക്വാളിറ്റി എന്നുള്ള സാധനം എടുത്ത് കാണിച്ചുകൊണ്ട് ഹൈസ് കിട്ടും. പക്ഷെ ഇപ്പം ഈ ഒരു പ്രൈസിന് ഈ അപ്ഡേറ്റോടെ വന്നതോടുകൂടിയിട്ട് വണ്ടി കുറച്ചുകൂടെ വെർത്തിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. സോ ഒരിക്കലും ഓവർ പ്രൈസ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് തരുന്ന പരിപാടികൾക്ക് ഇത് നൈസ്ലി പ്രൈസ് ആണ്. അതുമല്ല KTMന്റെ ഡ്യൂക്ക് 160 വന്നു. സോ കോമ്പറ്റീഷൻ വൈസും അവിടെ ഒരു ഡയറക്റ്റ് എതിരാളിയും കൂടെ വന്നപ്പം യമഹയ്ക്ക് ഇതൊരു നല്ല മൂവാണ്. ലൈക്ക് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു സംഭവമാണ്. പക്ഷേ യമഹയ്ക്ക് അത് നല്ല രീതിക്കായിരിക്കും എഫക്ട് ചെയ്യാൻ. ആൾക്കാർ ഫേമസ് ഡ്യൂക്കിനും അതുപോലെ പ്രൈസിൽ ഡിഫറൻസ് വരും എങ്കിൽ കൂടി. ഇപ്പൊ ഡ്യൂക്ക് നമ്മൾ റീസെന്റ് ആയിട്ട് റിവ്യൂ ചെയ്തതാണ്. അതുമായിട്ട് ഒരു ക്വിക്ക് കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് നോക്കുന്നവർക്ക് ഡ്യൂക്കാണ് ബെസ്റ്റ്. അങ്ങനെ ഡ്യൂക്കിന്റെ പ്രൈസ് എങ്ങനെ? സെയിം പ്രൈസ്, 1000 രൂപ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിനകത്തും ഇതുപോലെ തന്നെ അതിനകത്ത് പക്ഷേ നമുക്ക് DFT കിട്ടത്തില്ല, മറ്റേ LCD മീറ്റർ കൺസോൾ ആയിരുന്നു. അപ്പോൾ അവിടെ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, TFT മീറ്റർ കൺസോൾ കിട്ടും. അതിനകത്ത് എന്ന് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓ സത്യം. അവർക്ക് ഇതിലും കിട്ടുന്ന ഒരു മീറ്റർ ഇരിപ്പുണ്ട്, അതെടുത്ത് അതിലോട്ട് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ ഒരു പ്രൈസും കൂടെ നോക്കുമ്പോഴത്തേക്ക് ബജാജിന് ഇത്ര അധികം ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ MD വരുമ്പോഴത്തേക്ക് സെറ്റാണ്. അപ്പോൾ അതാണ് പ്രൈസിന്റെ കാര്യത്തിൽ. അതെ. ഇനി കോമ്പറ്റീറ്റർ വൈസ് പറയാം, ആദ്യം തന്നെ ഡ്യൂക്കിൽ നിന്ന് തന്നെ കോമ്പറ്റീറ്റർ ഡയറക്റ്റ് ഇപ്പോൾ ഡ്യൂക്കാണല്ലോ. ഡ്യൂക്ക് 160 MT 15 ബാറ്റിലാണ്. കംഫർട്ട് KTM. റിഫൈൻമെന്റിന്റെ ഇത് കുറച്ച് കോൺട്രവേഴ്സി ആയിരിക്കും, പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ റിഫൈൻഡ് ആയിട്ട് എനിക്ക് KTM ഫീൽ ചെയ്തു. സീരിയസ്ലി സീരിയസ്ലി ലൈക്ക് KTM കുറച്ചും കൂടെ ഈസി ആയിട്ട് റവ് ക്ലൈം ചെയ്യുന്ന പോലെ, അത് ഇച്ചിരി എഫേർട്ട്ലെസ് ആയിട്ട് റവ് ക്ലൈം ചെയ്യുന്നത്. പവറും ടോർക്കും എല്ലാം കൂടുതലല്ലേ, പക്ഷേ ഇതിന് വെയിറ്റ് കുറവുണ്ട്. ഇതിന് അത് ആ അഡ്വാൻറ്റേജ് ആണ്. അതിനേക്കാളും ഒരു 7 കിലോസോളം എങ്കിലും 7 കിലോ ഡിഫറൻസ് ഇതിന് വരുന്നുണ്ട്. അതിന് ഇതിനേക്കാളും എത്ര 0.68 bhp ഹൈക്ക് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 Nm ടോർക്കിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ആ വെയിറ്റിൽ MT കോംപ്രമൈസ് ഇതാണ്. വെയിറ്റ് മാത്രമല്ല, കംപ്രഷൻ റേഷ്യോ ഉൾപ്പെടെ ലൂക്കിന് കൂടുതലാണ് ഇതിനേക്കാളും. എന്നുണ്ടെങ്കിലും ഈ വണ്ടിയുടെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, ഈ ഷാസിയുടെ ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പ്, ഇത് ഭയങ്കര സ്പോർട്ടിയാണ്. അതായത് നിനക്കിപ്പോൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ചെറിയ പാച്ചസ് ഉണ്ടെങ്കിൽ കൂടി ഇതിൽ അറിയാമല്ലോ അല്ലെ. പ്ലസ് ഈ സീറ്റ് ആണെങ്കിലും അധികം പാഡഡ് അല്ല, റൂമും ഭയങ്കര കുറവാണ്. പക്ഷെ ലൈക്ക് അങ്ങനെ നീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KTM കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. എന്നാൽ നീ പെർഫോമൻസിലോ ഫണ്ണിലോ അധികം കോംപ്രമൈസ് ചെയ്യും. എന്നാൽ ഈ ഒരു സാധനത്തിന്റെ ഹാൻഡിലിങ് അത് KTMനേക്കാളും ബെറ്റർ ആണ്. ഇത് തരുന്ന ആ അഫ്ലിക്കബിലിറ്റി, അതിൻ്റെ ആ ഒരു ലൈറ്റ്നെസ്, സിറ്റിയിൽ നിനക്ക് ഡ്യൂക്കിനേക്കാളും കുറച്ചും കൂടെ നിനക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ, തിരിച്ച് മറിച്ച് കൊണ്ടുപോകാനൊക്കെ ഇതായിരിക്കും. പിന്നുള്ളതാണ് ഇതിൻ്റെ മൈലേജ്. KTMന് എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും MTയുടെ മൈലേജ് തരാൻ പറ്റത്തില്ല. അതെന്താ? ഈ സാധനം ഈസി ആയിട്ട് നിനക്ക് 45 കിലോമീറ്റർ പെർ മൈലേജ് തരും. നീ ഈസി ഓക്കെ. KTM അങ്ങനെയല്ല, നീ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് ഓടിക്കുന്ന പോലെ ഓടിക്കണം. അളന്ന് കുറുക്കി ഓടിച്ചാലേ ഈ 40 160 എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ വണ്ടിയുടെ നേച്ചർ അതുപോലെയാണ്. അത് സ്റ്റിൽ അഗ്രസീവ്. അഗ്രഷൻ ഞാൻ പറയത്തില്ല. ഫോർ 160 ഇറ്റ്സ് അഗ്രസീവ്. കമ്പയറിംഗ് ടു അതിലിപ്പം എക്സ്ട്രീം 160 ആയിക്കോട്ടെ, അപ്പാഷ 160 ആയിക്കോട്ടെ, N160, NSനേക്കാളൊക്കെ അഗ്രസീവ് ആണ് KTM. ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് KTM നല്ല രീതിക്ക് അഗ്രസീവ് ആയിട്ടാണ് ആ ഒരു സെഗ്മെന്റിൽ നിൽക്കുന്നത്. പക്ഷേ മൈലേജ് അവിടെ ഒരു ബിഗ് കൺസേൺ ആണ്. 200ന്റെ സെയിം മൈലേജ് എന്നാണ്. എനിക്ക് ചിലപ്പോൾ ഒരു 42 to 45 വേണമെന്നുണ്ടെങ്കിൽ KTM കിട്ടും. പക്ഷെ അത് സൂക്ഷിച്ചോടിക്കുമ്പോൾ കാര്യമാണ്. നീ ഒരു MD ഇച്ചിരി പൊളിച്ചോടിക്കുന്ന പോലെ ഓടിച്ചെന്ന് പറഞ്ഞാലും ഇതിനകത്ത് മൈലേജ് എനിക്ക് കിട്ടും. ഏറ്റവും ബെസ്റ്റ് ഇതിന് കിട്ടുന്നത് 60 കിലോമീറ്റർ പെർ ലിറ്റർ, 55 കിലോമീറ്റർ ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ. ആവറേജ് ആണ് അത്, നിനക്ക് ഒരിക്കലും KTM കിട്ടത്തില്ല. ഇത് നീ ഏറ്റവും പൊളിച്ച് ഓടിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന 40 ആയിരിക്കും. അതങ്ങനെയല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നീ മൈലേജ് നോക്കി ഓടിച്ചാൽ നിനക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന 40 ആയിരിക്കും. അതെ പറഞ്ഞു, അതൊരു വലിയൊരു ഡിഫറൻസ് ആണ്. അതെ, ആൾക്കാർ കൺസേണിങ് നല്ല രീതിയിലാവും. KTM ടിപ്പിക്കൽ KTM. അതുകൊണ്ട് അങ്ങനെ നോക്കിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ്, കംഫർട്ട് നോക്കുന്ന ഒരാൾ ആ മൈലേജ് പോട്ടെന്ന് വെച്ചെന്നാണ് അതിലോട്ടേ പോകത്തുള്ളായിരിക്കും. അല്ലെങ്കിൽ നീ നല്ല യങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. നിനക്ക് ആ ഒരു ഇതിൽ വരുന്ന ആ ഒരു ലൈക്ക് ഇതിൻ്റെ സസ്പെൻഷൻ നല്ല സ്റ്റിഫാണ്. ബാക്കിൽ ആൾക്ക് ഇരിക്കാൻ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അതെ, വളരെ സ്പേസ് കുറവാണ്. അതൊന്നും വിഷയമില്ലാത്ത ഒരാളാണ് നീ എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമില്ല, ഈ സാധനം എടുക്കുന്നതായിരിക്കും നല്ലത്. നീ ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, മേ ബി കോളേജ് സ്റ്റുഡൻസിനാണ് ആ സാധനങ്ങളൊന്നും വിഷയമല്ലാത്തത്. അതെ, നീ ഇച്ചിരി മെച്ചുവേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ, ജോലിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് വേണം. നിനക്ക് പിന്നെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റണം, അങ്ങനത്തെ കാര്യങ്ങളോടെ കയറും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. രണ്ട് വണ്ടിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ സൈഡ് ബൈ സൈഡ് ഒരെണ്ണം ചെയ്യാം. ഞാനിപ്പം അത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ട് നീ ചോദിച്ചുകൊണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞാണ്. ഇനി ഇത് വാങ്ങിക്കാൻ ബെസ്റ്റ് ആൾക്കാരെന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസ്, മെയിൻ ജോലിക്ക് പോകുന്നവർക്ക് നല്ലതാണ്. സിറ്റി ഏരിയാസിൽ ജോലിക്ക് പോകുന്നവർക്ക് ഭയങ്കര, കാരണം നിങ്ങൾക്ക് എഫിഷ്യൻസി ഉണ്ട്. എന്നാൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലെ റൈഡ് ഭയങ്കര ബാച്ചിലേഴ്സ് ആയിട്ടുള്ള എൻജോയബിൾ ആയിരിക്കും. പിന്നെ ടൂർ ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ടൂർ ചെയ്യാനൊക്കെ പറ്റും. MT കൊണ്ടൊക്കെ നല്ല ലോങ് ഡിസ്റ്റൻസ് അടിക്കുന്നവരുണ്ട്. ഇഫ് യു ആർ വില്ലിങ് യു ക്യാൻ ബൈക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം വേറെ സ്പീഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് 80-90 ക്രൂസ് ചെയ്യാം.
ടോപ്പ് വണ്ടിയാണെന്നുണ്ടെങ്കിലും 100 മുകളിൽ പോകാൻ പറ്റും വണ്ടിക്ക്. കാമാണ്, വീതിയോ ഉണ്ട്, അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ബെറ്റർ ആണ്. വിലയും കൂടി ഇപ്പോൾ കുറയുന്നത് കൊണ്ട് ഇറ്റ്സ് എ ബെറ്റർ ഡീൽ. അപ്പോൾ എന്താണ് പുതിയ MG15നെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിലേത് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത്രയേ ഉള്ളൂ, ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഡ്യൂക്ക് 160 MG15 കൂടെ നമുക്ക് ഒന്നിച്ച് കിട്ടുന്ന സമയത്ത് ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് രണ്ടെണ്ണത്തിനെയും കീറി മുറിച്ച് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടിൻ്റെ മൈലേജ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും അങ്ങനെ വണ്ടി കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രം പോരാ, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇരുട്ടി